السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن مثل عيسى عند الله كمثل آدم خلقه من تراب ثم قال له كن فيكون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ഈ പഠന പരമ്പരയിൽ പ്രവാചകന്മാരെ സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്നതായിരുന്നു കഴിഞ്ഞ നമ്മുടെ 7ഓളം ക്ലാസുകളിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ഇനി നമുക്ക് മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിലേക്കാണ് പ്രവേശിക്കുവാനുള്ളത്. അതിൽ അന്ത്യപ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം നമ്മെക്കൊണ്ട് ആവുന്ന വിധത്തിൽ മുമ്പ് സവിസ്തരം നമ്മൾ പ്രതിപാദിച്ചതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം ഒഴികെയുള്ള നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള മറ്റു പ്രവാചകന്മാരുടെ എല്ലാം ചരിത്രങ്ങളാണ് നമുക്ക് ഇനി വിശദീകരിക്കുവാനും പഠിക്കുവാനുമുള്ളത്. അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് കേവലം ചില കഥകൾ കേൾക്കുവാൻ വേണ്ടിയല്ല, അതല്ലെങ്കിൽ ഒരു ചരിത്രം കേട്ട് കഥകൾ കേട്ട് ആസ്വദിക്കുവാൻ വേണ്ടിയും അല്ല. മറിച്ച് ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ അവരുടെ ചരിത്രങ്ങളിൽ, കഥകളിൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. ആ നിലക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ആ മഹാന്മാരുടെ ചരിത്രങ്ങളെ കേട്ടുകേൾവിയുടെയോ ഊഹാപോഹങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ തികച്ചും പ്രമാണബന്ധിതമായ നിലക്ക്, പ്രമാണബദ്ധമായ നിലക്ക് മനസ്സിലാക്കുക എന്നതും കൂടിയാണ് നമ്മൾ ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായ നിലക്ക് പ്രമാണങ്ങളുടെ പിൻബലത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
സഹോദരങ്ങളെ, മഹാനായ ആദം നബി അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ് എന്ന് നമുക്കറിയാം. അതിന്റെ മുമ്പ് ലോകത്ത് മനുഷ്യവാസം ഇല്ലായിരുന്നു. മനുഷ്യർക്ക് മുമ്പേ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വിഭാഗം ജിന്നവർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യരുടെ ഒന്നാമത്തെ മെമ്പറായി, ആ സമൂഹത്തിലെ ആദ്യ മെമ്പറായി അറിയപ്പെടുന്നത്, മാനവകുലത്തിന്റെ മനുഷ്യ സമൂഹത്തിന്റെ മുഴുവനും പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അവിടുന്ന് അബുൽ ബശർ, മനുഷ്യകുലത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുകയാണ്. ആ മഹാനായ ആദം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖലഖഹു മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന് നാം ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് അതിനോട് നീ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അതുണ്ടായി. സൂറത്ത് ആലി ഇമ്രാനിലെ 59-ാമത്തെ ആയത്തിലാണ് നിങ്ങൾ ഈ കേട്ടത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്. ഇവിടെ 3 മൂലകങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ഇവിടെയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. മലക്കുകൾ പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകാശം കൊണ്ടാണ്, നൂറിൽ നിന്നാണ് മലക്കുകളുടെ സൃഷ്ടിപ്പ്. അതേ അവസരത്തിൽ വഖുലിഖത്തിൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, തീയിൽ നിന്നാണ് അവരുടെ സൃഷ്ടിപ്പ്. ഒന്ന് നൂറാണ്, മറ്റൊന്ന് നാറാണ്. വഖുലിഖ ആദമു, ആദം പടക്കപ്പെട്ടിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, മിമ്മാ വസിഫ ലക്കും, നിങ്ങളോട് വിവരിക്കപ്പെട്ടതുപോലെ. അല്ലാഹു വിവരിച്ചു തന്നിട്ടുമുണ്ട്. ഖലഖഹു മിൻ തുറാബ്, മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്ന്. ഭൂമിയുടെ മുഴുവൻ പ്രകൃതിയും മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ പല കളറുകളാണ്. അവരിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, പല കളറുള്ളവരുണ്ട്. ഉപോത്ബലകമായ നിലക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പര്യാപ്തമാകുന്ന നിലക്ക് ഇമാം തുർമുദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത, അതുപോലെ തന്നെ ഇമാം നാസിറുദ്ദീനുൽ അൽബാനി, ആധുനിക ഹദീസ് പണ്ഡിതനായ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന സ്വഹീഹായ ഹദീസുകൾ ശേഖരിച്ചിട്ടുള്ള, ക്രോഡീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ 1630-ാമത്തെ ഹദീസായി കൊണ്ട് അദ്ദേഹം കൊടുത്തിട്ടുമുള്ളതാണ് കേൾക്കാൻ പോകുന്നത്. ഇന്നല്ലാഹ ഖലഖ ആദം മിൻ ഖബ്ലത്തിൻ ഖബലഹാ മിൻ ജമീഇൽ അർദ് ഫജാഅ ബനൂ ആദം അലാ ഖദരിൽ അർളി ജാഅ മിൻഹുൽ അഹ്മറു വൽ അബയദു വൽ അസ്വദു وبين ذلك والسهل والحزن والخبيث والطيب وبين ذلك. الله ആദമിനെ സൃഷ്ടിച്ചു മിൻ ഖബ്ലത്തിൻ ഖബലഹാ മിൻ ജമീഇൽ അർള്, ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂടി പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു പിടി മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫജാഅ ബനൂ ആദം, മനുഷ്യകുലം, മനുഷ്യരത കാണാൻ കഴിയും, അലാ ഖദരിൽ അർളി, ഭൂമിയുടെ പ്രകൃതി പോലെ തന്നെയുള്ള ചില പ്രകൃതി മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ മനുഷ്യരിൽ കാണാൻ കഴിയുന്നു. ജാഅ മിൻഹുൽ അഹ്മർ, അവരിൽ ചുവപ്പ് കളറുള്ളവർ, വൽ അബിയദ്, വെള്ള നിറമുള്ളവർ, വൽ അസ്വദ്, കറുപ്പ് നിറമുള്ളവർ, വബൈന ദാലിക്, ഇവക്കെല്ലാം ഇടയിലുള്ളതും. കറുപ്പല്ല, വെളുപ്പല്ല, ചുവപ്പല്ല, മഞ്ഞയല്ല, പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ കളറുകൾ. വസ്സഹ്ലു വൽ ഹസ്നു വൽ ഖബീസു വത്വയ്യിബു വബൈന ദാലിക്. എന്താണ് സഹ്ല് എന്ന് പറയുന്നത്? അത് ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ബാഹ്യമായി അറിയപ്പെടുന്ന കാര്യങ്ങളല്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഹദീസിന്റെ
ഒരു വിവരണം നൽകിയിട്ടുള്ള ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്. ഹദീസ് വിവരണം നൽകിയിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ അതിന്റെ രചയിതാവായ ഇമാം മുബാറക് ഫൂരി റഹിമഹുല്ലാ എടുത്തുദ്ധരിക്കുകയാണ് ഒരു പണ്ഡിതന്റെ ഉദ്ധരണി. അദ്ദേഹം പറയാണ്, ലമ്മാ കാനത്തിൽ ഔസാഫുൽ അർബഅ ളാഹിറ ഫിൽ ഇൻസാനി വൽ അർള്. നേരത്തെ പറഞ്ഞ 4 വിശേഷണങ്ങൾ മനുഷ്യരിലും ഭൂമിയിലുമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ കഴിയാവുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഹഖീഖത്തിൽ, യഥാർത്ഥത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അതേ അവസരത്തിൽ പിന്നീട് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുണ്ട്. സഹിലി ഹസൻ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് വ്യാഖ്യാനം ആവശ്യമാണ്. അത് മനുഷ്യരിൽ പ്രകടമായി കാണാത്ത ആന്തരികമായ അവന്റെ ചില സ്വഭാവങ്ങളെയാണ് ദ്യോതിപ്പിക്കുന്നത്, അറിയിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. ഫൈനൽ മഅനാ ബിസ്സഹിൽ, അവയുടെ കൂട്ടത്തിൽ സഹിലുണ്ട് എന്ന് പറഞ്ഞാൽ അരിഫ്ഖു വല്ലീൻ, സൗമ്യതയുള്ള, ഭൂമിക്ക് സൗമ്യമായ പ്രകൃതിയുള്ള ഭൂമികളുണ്ട്, അതുപോലെ തന്നെ മനുഷ്യരിലുണ്ട് സൗമ്യ പ്രകൃതിയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ വബിൽ ഹസൻ അൽ ഖറഖ് വൽ അനഫ്, കാഠിന്യമുള്ള പരുഷതയുള്ള ആളുകളുണ്ട്. വബിത്തയ്യിബ് അല്ലദീ യഅനി ബിഹിൽ അർളുൽ അദ്ബ, നല്ല രൂപത്തിലുള്ള കായ്കനികളെ സമൂഹത്തിന് പ്രദാനം ചെയ്യുമാറ് ഉപകാരപ്രദമായ ഫലഭൂയിഷ്ടമായ മണ്ണുകളുമുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് അൽ മുഅ്മിനുൽ ലദീ ഹുവ നഫ്ഉൻ കുല്ലുഹു, എല്ലാ നിലക്കും ഉപകാരപ്രദമായവനായിരിക്കും സത്യവിശ്വാസി. വിശ്വാസി എല്ലാവർക്കും ഉപകാരമുള്ള ആളുകൾ ഉണ്ടാവും മുഅ്മിനിനെ പോലെ. വബിൽ ഖബീസിൽ ലദീ യുറാദു ബിഹിൽ അർളുസ് സബ്ഹ, ചീത്തയായതുണ്ട് എന്ന് പറഞ്ഞല്ലോ ഭൂമിയിൽ. അതെങ്ങനെയാണ്? ചതുപ്പ് നിലങ്ങൾ, തരിശ് നിലങ്ങൾ, ഉപകാരമില്ലാത്ത പ്രദേശങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത് അൽ കാഫിറുൽ ലദീ ഹുവ ദുർറുൻ കുല്ലു, എപ്പോഴും ഉപദ്രവം മാത്രമുള്ള ഒരു പ്രയോജനവുമില്ലാത്ത അവിശ്വാസി, നിഷേധിയെയാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്ന് അദ്ദേഹം വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. ഏതോ ആകട്ടെ സഹോദരങ്ങളെ, മനുഷ്യ പ്രകൃതിയിൽ തന്നെ കാണുന്ന നിറവ്യത്യാസങ്ങൾ, സ്വഭാവ വൈജാത്യങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അവന്റെ സൃഷ്ടിപ്പിന്റെ മൂലകമായ മണ്ണിന്റേതായ വ്യത്യസ്തമായ ഗുണങ്ങളും വൈജാത്യങ്ങളുമൊക്കെ ആ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യകുലത്തിലും നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നു എന്നർത്ഥം. ഇനി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചു പറയുന്നിടത്ത് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിലയിടത്ത് തുറാബ് എന്ന് കൃത്യമായി തന്നെ അല്ലാഹു പറയുന്നു. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച വചനം ആലു ഇംറാനിൽ ഖലഖഹു മിൻ തുറാബ്, തുറാബ് മണ്ണിൽ നിന്ന്. അത് ആലു ഇംറാനിൽ 59-ാമത്തെ ആയത്തിലാണ് വന്നത്. അതുപോലെ സൂറത്തുൽ ഹജ്ജിൽ 5-ാമത്തെ ആയത്തിലും സൂറത്തു ഗാഫിറിലെ 67-ാമത്തെ ആയത്തിലും ഇതേ പ്രയോഗം തന്നെയാണ് വന്നത്, മിൻ തുറാബ്, മണ്ണിൽ നിന്ന് എന്ന പ്രയോഗം. പിന്നീട് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗത്തിൽ എന്ന് മനസ്സിലാകുന്ന 2-ാമത്തെ പ്രയോഗം സൂറത്തു സജദ 7-ാമത്തെ ആയത്തിലും സാഫാത്ത് 11-ലും മുഅ്മിനൂനിലെ 12-ാമത്തെ വചനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് ഈ മണ്ണുമായി, ഈ മണ്ണിനോട് വെള്ളം കൂട്ടിക്കുഴക്കപ്പെട്ടു എന്നതാണ്. വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ, കേവല പൊടി മണ്ണിന് തുറാബ് എന്ന് പറയും. തീൻ എന്ന് പറയുമ്പോൾ അത് വെള്ളം ചേർത്ത് കുഴച്ച് ഒരു മണ്ണ് പരുവത്തിൽ, ആ രൂപത്തിലുള്ള തീൻ, കളിമണ്ണ്. കളിമണ്ണിൽ നിന്ന് അവന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ നാം കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു. വബദഅ, അവൻ ആരംഭിച്ചു ഖൽഖൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പ് മിൻ തീനിൻ, കളിമണ്ണിൽ നിന്ന് എന്നാണ് അവിടെ പറയുന്നത്. സൂറത്തു സാഫാത്തിലെ 11-ാമത്തെ ആയത്തിലോ ഇന്നാ ഖലഖനാഹും മിൻ തീനിൽ ലാസിബ്, നിശ്ചയമായും അവരെ നാം സൃഷ്ടിച്ചു മിൻ തീനിൽ ലാസിബ്, പശിമയുള്ള കളിമണ്ണിൽ നിന്ന്. ഒരു പശിമയുള്ള കളിമണ്ണ്, അപ്പൊ വെള്ളം ചേർക്കപ്പെട്ടു, വെള്ളത്താൽ കൂട്ടിക്കുഴക്കപ്പെട്ടു. മനുഷ്യനെ ആ രൂപത്തിൽ അതിന്റെ വ്യത്യസ്തങ്ങളായ അതിന്റെ ഘട്ടങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നും മറ്റൊന്നിന് വൈരുദ്ധ്യമല്ല. ഇനി മുഅ്മിനൂൻ 12-ാമത്തെ ആയത്തിൽ വലഖദ് ഖലഖ്നൽ ഇൻസാന
മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുന്നു. വളരെ കൃത്യമായി പിന്നെ അള്ളാഹു പറയുന്ന വാചകം എന്താണ്? ഈ കളിമണ്ണ് ഒരു കറുത്ത ചെളി പാകത്തിലായി, ഒരൽപ്പം ചേറുപരുവത്തിലായി, മണ്ണ് ആ മണ്ണിൽ നിന്ന് കറുത്ത പരുവത്തിലായി ചേറായി കിടക്കുമ്പോൾ ഒരു ദുർഗന്ധം വരുന്ന രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. മനുഷ്യനെ തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ, മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന്. ഇവിടെ എന്തൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു? കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ, മുട്ടിയാൽ ചെലവില ശബ്ദമുണ്ടാക്കപ്പെടുന്ന കളിമൺ രൂപത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെ അത് ഉണങ്ങി സൽസാലായി എന്നാണ് സൂറത്തുർ റഹ്മാനിലെ 14-ാമത്തെ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലാഹു പറയാണ്, ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. സൂറത്തുർ റഹ്മാനിലെ 14-ാമത്തെ സൂക്തം, കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാന, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ സൽസാലിൻ കൽ ഫഖാർ, തീ തൊട്ടിട്ടില്ലാത്ത ചൂളവക്കപ്പെട്ടതുപോലെയുള്ള കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന്. ഇതൊന്നും മറ്റൊന്നിന് എന്തല്ല, വൈരുദ്ധ്യമല്ല. അത് പിന്നിട്ട ഘട്ടങ്ങളെ ആണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഈ ഹദീസുകളെ, ഈ ആയത്തുകളെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ശേഷമാണ് അള്ളാഹു അവന്റെ റൂഹദിൽ, തന്നിൽ നിന്നുള്ള റൂഹദിൽ ഊതി അതൊരു മനുഷ്യനായി മാറുന്നു. അതാണ് ആദം എന്ന് പറയുന്ന സൃഷ്ടിയായി, അള്ളാഹുവിന്റെ സൃഷ്ടിയായി കൊണ്ട് ലോകത്തുണ്ടായ ഒന്നാമത്തെ മനുഷ്യൻ. ആ മനുഷ്യനായ ആദം നബി എന്ന് പറയുന്ന മഹാനായ ആദം, ആ ആദമിനെ സൃഷ്ടിച്ചതിൽ ആദം നബി അലൈഹിസ്സലാമിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് ആ സൃഷ്ടിപ്പിൽ. അതെന്താ? അള്ളാഹു തന്റെ ഇരു കൈകളെ കൊണ്ട് നേരിട്ട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ആദം അലൈഹിസ്സലാം. അത് അല്ലാഹു തആല തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോ? നമുക്ക് ശേഷം വിശദീകരിക്കാനുണ്ട്. ഇബ്ലീസ് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ലല്ലോ. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ എന്നത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം. സൂറത്ത് സ്വാദ് 75-ാമത്തെ ആയത്ത് അള്ളാഹ് ചോദിക്കുന്നു, قال يا إبليس ما منعك أن تسجد لما خلقت بيدي. സൂറത്ത് സ്വാദ്. അള്ളാഹ് ചോദിച്ചു, ഇബ്ലീസേ, മാ മനഅക, നിന്നെ എന്താണ് തടഞ്ഞത്? നിനക്കെന്താണ് തടസ്സമായിട്ട് വന്നത്? അൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിന് നിനക്കെന്തേ തടസ്സം? ലിമാ ഖലഖ്തു ബിയദയ്യ, എന്റെ ഇരു കൈകളെ കൊണ്ടും ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് നീ എന്തേ സുജൂദ് ചെയ്യാതിരുന്നത്? അപ്പൊ അവിടെ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു, ഖലഖ്തു ബിയദയ്യ, എന്റെ ഇരു കൈകൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഈ പ്രത്യേകത മനുഷ്യര് പഠിച്ചു, അവര് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സർവ്വ മനുഷ്യരും നാളെ പരലോകത്ത് മഹ്ശറിൽ വെച്ച് ആ അസഹനീയമായ ദീർഘകാലം ഏറ്റവും ചുട്ടുകൊള്ളുന്ന സൂര്യന്റെ കീഴെ വിയർത്തൊലിച്ചുകൊണ്ട് മഹ്ശറിൽ ആളുകൾ നിൽക്കുമ്പോ ആ നൃത്തത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി അമ്പിയാക്കളെ സമീപിച്ചുകൊണ്ട് റെക്കമെൻഡിന് ആവശ്യപ്പെടും എന്ന് ശഫാഅത്ത് വിശദീകരിച്ചപ്പോൾ സുദീർഘമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിൽ നമുക്ക് കാണാം, മനുഷ്യന്മാരെ ആദ്യം സമീപിക്കുന്നത് അവരുടെ ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ ആയിരിക്കും. എന്നിട്ടവര് ചെന്നിട്ട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, യാ ആദമു അൻത അബുൽ ബശരി ഖലഖകല്ലാഹു ബിയദിഹി. ഓ ആദമേ,
അങ്ങ് മനുഷ്യകുലത്തിന്റെ മുഴുവൻ പിതാവാണല്ലോ. മാത്രമല്ല ഖലഖകല്ലാഹ്, അല്ലാഹ് താങ്കളെ സൃഷ്ടിച്ചതാണല്ലോ. ബിയദിഹി, അവന്റെ കൈകൊണ്ട്. അത് മനുഷ്യരൊക്കെ ഓർത്ത് നാളെ പരലോകത്തൊന്ന് പറയും ചെയ്യും. അപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് അള്ളാന്റെ തന്നെ നേരിട്ടുള്ള അവന്റെ തന്നെ കൈ മുഖേനയാണ്, അവന്റെ കൈകൾ മുഖേനയാണ് സൃഷ്ടിച്ചത് എന്നാണ്. ഇവിടെ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ കൈകൾ എന്ന് പറയുമ്പോൾ സൃഷ്ടികളുടെ ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു കൈകളോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് മനസ്സിൽ നിരൂപിക്കുവാൻ പോലും പാടില്ല, മറ്റൊന്നിനോട് ഉപമിക്കാൻ പാടില്ല. അങ്ങനെ ഉപമിക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ അതിനെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനും പാടില്ല. അത് കൈയല്ല ഉദ്ദേശം, വേറെ എന്തെങ്കിലും ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അള്ളാഹ്ക്ക് കൈ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടുണ്ടോ? ഉപമിക്കാൻ പാടുണ്ടോ? രൂപം നൽകാൻ പാടുണ്ടോ? നിഷേധം നടത്താൻ, വ്യാഖ്യാനിക്കാൻ പാടുണ്ടോ? ഒന്നും പാടില്ല. സലഫു സ്വാലിഹീങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ രൂപത്തിലുള്ള വാക്യങ്ങളും വചനങ്ങളും ഒക്കെ കേട്ടപ്പോ സ്വഹാബത്ത് ആരും ചോദിച്ചിട്ടില്ല അതെങ്ങനെയാണ്, ആ കൈ എങ്ങനെയാണ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്തു ചെയ്തു? വന്നതുപോലെ വിശ്വസിച്ചു. റബ്ബെന്താണോ പറഞ്ഞത്, ആ റബ്ബിന്റെ റസൂൽ എന്താണോ പറഞ്ഞത്, അതപ്പടി അങ്ങ് വിശ്വസിച്ചു. അതായിരുന്നു സലഫു സ്വാലിഹീങ്ങളുടെ നിലപാട്. അതാണ് ഏറ്റവും സുരക്ഷിതത്വമുള്ള നിലപാട്. ബിലാ തക്യീഫിൻ വലാ തശ്ബീഹിൻ വലാ തംസീലിൻ വലാ ഇൻകാർ. അതേ, ഒരു നിലക്കും ആ വിശേഷണങ്ങളെ നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുവാനോ ഉപമിച്ചു പറയുവാനോ ഏതെങ്കിലും ഒന്നിനെ പോലെയാണെന്ന് പറയാനോ അതല്ലെങ്കിൽ തഅ്വീല് കൊടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാനോ ഒന്നും പാടില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കാനും പാടില്ല. തഅ്വീലും പാടില്ല, അതുപോലെ തന്നെ എന്തും പാടില്ല, തശ്ബീഹും പാടില്ല, തംസീലും പാടില്ല, തക്യീഫും പാടില്ല, നിഷേധിക്കാനും പാടില്ല. പറ്റേ അങ്ങ് നിഷേധിച്ചു കളയെ, അങ്ങനൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല. നിഷേധിക്കാതെ അതിന് വ്യാഖ്യാനം കൊടുത്ത കക്ഷികളുണ്ട്. അവരിതിന് അർത്ഥം എന്താ കൊടുത്തത്? അള്ളാന്റെ ഇരു കൈകൾ എന്ന് പറയാൻ പറ്റൂല, സൃഷ്ടികൾക്കല്ലേ കൈയുള്ളത്, അതുകൊണ്ട് അള്ളാനെ പറ്റി കൈ എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ആയത്തുകൾ അവരെന്തു ചെയ്തു? വ്യാഖ്യാനിച്ചു ഒപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള വ്യാഖ്യാനം അവർ ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ റബ്ബ് അവന്റെ ഇരു കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ഖുദ്റത്ത് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. അള്ളാന്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാന്റെ ഖുദ്റത്തും ഖുവ്വത്തും അവന്റെ ശക്തിയും പവറും ഒക്കെ കൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് അവിടെ ഉദ്ദേശം. അല്ലാതെ കൈയുണ്ട് എന്നതുകൊണ്ട് വരൂല. കൈ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതേ ഉദ്ദേശമുള്ളൂ. അത് ആലങ്കാരികമായ പ്രയോഗമാണ്, യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് ഒരു വിഭാഗം വ്യാഖ്യാനിച്ചപ്പോൾ പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങളെ മനഃപഠിപ്പിച്ച സലഫു സ്വാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് ദീന് പഠിച്ചിട്ടുള്ള പൂർവീകരും ആധുനികരുമായ ആളുകൾ അതിന് മറുപടി കൊടുത്തു. വലൗ കാനൽ മഖ്സൂദു അൽ ഖുദ്റ വൽ ഖുവ്വ, ഇവിടെ കൈകൾ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഖുദ്റത്തും പവറും ശക്തിയും കഴിവുമൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശമെങ്കിൽ ലകാന ഇബ്ലീസു യറുദ്ദു അലല്ലാഹ്, ഇബ്ലീസ് അല്ലാഹുവോട് അപ്പ മറുപടി ചോദിക്കൂലേ, എന്റെ ഇരു കൈകൾ കൊണ്ട് സൃഷ്ടിച്ചതിന് നീ എന്തേ സുജൂദ് ചെയ്യാൻ നിനക്ക് തടസ്സം എന്ന് പറയുമ്പോ അതുകൊണ്ട് ഇബ്ലീസ് മനസ്സിലാക്കിയത് ഖുദ്റത്താണ്, കഴിവാണ് എന്നൊക്കെ ആണെങ്കിൽ ഇബ്ലീസ് ഉടനെ തിരിച്ചു ചോദിക്കൂലേ, വഅനാ അയ്ളൻ ഖലഖതനി ബിയദിക, എന്നെ നീ പഠിച്ചത് നിന്റെ കൈ കൊണ്ട് തന്നെയല്ലേ, എന്നെയും വാന ഞാനും അയ്ളൻ ഖലഖതനി ബിയദിക, നിന്റെ കൈ കൊണ്ട് പടക്കപ്പെട്ടതന്നല്ലേ ഞാനും. എങ്ങനെയാണെങ്കിൽ അന്നക ഖലഖതനി ബിഖുവ്വതിക വഖുദ്റതിക, ശക്തിയും കഴിവും കൊണ്ട് തന്നെയല്ലേ നീയും എന്നെ പടച്ചത്. പിന്നെന്താ ആദമിനൊരു പ്രത്യേകത? അപ്പൊ ആദമിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ആദം നബിയുടെ സൃഷ്ടിപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം അത് റബ്ബിന്റെ കൃത്യമായ നിലക്കുള്ള അവനുണ്ട് എന്നവൻ പറഞ്ഞിട്ടുള്ള ഇരു കൈകൾ തന്നെയാണ്. എങ്ങനെ? അള്ളാഹുവിനോട് യോജിക്കുന്ന കൈകൾ. അള്ളാഹു എങ്ങനെ നമുക്കറിയില്ല, അവനോട് യോജിക്കുന്ന നിലക്ക് എങ്ങനെ, എപ്പോഴും ഏത് വിഷയവും അങ്ങനെയുള്ള. അപ്പൊ അള്ളാഹ് ഇറങ്ങുന്നു നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ വിശ്വസിക്കണം. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്,
നിങ്ങളോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയുടെയും 1/2 കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ യാമത്തിൽ നമ്മുടെ റബ്ബ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ടവൻ ചോദിക്കുന്നുണ്ട്, ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ ഉത്തരം തരാം? ആരുണ്ടെന്നോട് കാര്യങ്ങൾക്ക് യാചിക്കാൻ ഞാൻ അവന്റെ കാര്യം സാധിപ്പിച്ചു കൊടുക്കാം? ആരുണ്ടെന്നോട് പാപമോചനത്തിന് തേടാൻ ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാം? അത് പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ തുടർന്നുകൊണ്ടേയിരിക്കും. സാന്ദർഭികമായി പറയാണ്, ആ അവസരമൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ ആ സമയം ഉപയോഗപ്പെടുത്തണം. വല്ലാത്തൊരു സമയമാണ്. ദഅവത്തിന്, ദുആക്ക് ഇജാബത്ത് പ്രത്യേകം കിട്ടുന്ന നേരമാണ്. അല്ലാഹുവിനോട് നമ്മുടെ ദുന്യവിയും ഉഖറവിയുമായ കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് പൊട്ടിക്കൊണ്ട് വളരെ വിനയത്തോടെ അവങ്കിലേക്ക് നമ്മുടെ ഖൽബ് തുറക്കേണ്ട സമയമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, ഇവിടെ 2 കൈകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹ്ക്ക് യോജിക്കുന്ന നിലക്ക് എങ്ങനെയാണോ അങ്ങനെ. ലൈസത്ത് കൈദീന അബദ, നമ്മുടെ എന്നല്ല, ഒരാളുടെ കൈകൾക്ക് പോലെയും അല്ല. ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഖൗലിഹി തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവനെ കുറിച്ച്. എന്ത്? സൂറത്തു ശൂറയിലെ 11-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ലൈസ കമിസ്ലിഹി ശൈഅ, അവനെ പോലെ യാതൊന്നുമില്ല, അവനെ പോലെ യാതൊന്നുമില്ല. അതുപോലെ നമ്മൾ പഠിച്ചതാണല്ലോ, എല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ ഇഖ്ലാസിന്റെ അവസാനത്തെ വചനം, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് ഈക്വലായി, അവന് സമാനമായി, അവന് തുല്യനായി, അവന് കിടയൊത്ത ഒരാളും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എന്തുണ്ട് എന്ന് പറയുമ്പോഴും ആ ഉള്ളതൊക്കെ അതേപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുക. അപ്പോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇതര സൃഷ്ടികളിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണതെന്ത്? മറ്റുള്ളവരെയൊക്കെ അള്ളാഹു നേരിട്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, നേരിട്ടാണ് എന്ന് വളരെ കൃത്യമായി അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി മറ്റുള്ള സന്തതികളെയൊക്കെ സൃഷ്ടിച്ചതോ, ആദം സന്തതികളെ, ലോകത്തുള്ള മനുഷ്യരെയൊക്കെ ഉണ്ടായത് സൂറത്തു സജദ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, പിന്നീട് അവന്റെ സന്തതികളെ നാം ഉണ്ടാക്കി, അവന്റെ സന്താന പരമ്പരകളെ, സന്തതികളെ നാം ഉണ്ടാക്കി, മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, വളരെ നിന്ദ്യമായ, അതല്ലെങ്കിൽ അറപ്പ് തോന്നുന്ന ഒരു വെള്ളത്തിന്റെ സത്തിൽ നിന്ന്, ബീജത്തിൽ നിന്ന്, മനിയിൽ നിന്ന്, ശുക്ലത്തിൽ നിന്ന്. മനുഷ്യൻ അങ്ങനെയാണ്. അതിന്റെ ആദിമ സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു വിശുദ്ധ ഖുർആൻ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇനി സഹോദരന്മാരെ, ഹദീസുകളിൽ നമുക്ക് കാണാം, ആദം സൃഷ്ടിക്കപ്പെട്ട ദിവസം പറയപ്പെട്ടിട്ടുണ്ട്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിഖ ആദം വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഖ്രിജ മിൻഹാ. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഖൈറു യൗമിൻ, ഏറ്റവും നല്ല ദിവസം, ത്വലഅത് അലൈഹി ശംസു, അതിന്മേൽ സൂര്യൻ ഉദിക്കുന്നു. ആ ദിവസങ്ങളിൽ ഏറ്റവും അത്യുത്തമമായത് യൗമുൽ ജുമുഅ, ജുമുഅ ദിനമാകുന്നു. ഫീഹി ഖുലിഖ ആദം, ആ ജുമുഅ ദിനത്തിൽ നടന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആ ദിനത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടതും ആ ദിനത്തിലാണ്. വഫീഹി ഉഖ്രിജ മിൻഹാ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടതും ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അത് തന്നെയും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇമാം നാസിറുദ്ദീനുൽ അൽബാനി അവിടുത്തെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹയിൽ 1833-ാമത്തെ നമ്പറായി കൊടുത്ത ഹദീസിൽ, വഖുലിഖ ആദം ബഅദൽ അസ്രി മിൻ യൗമിൽ ജുമുഅ, ജുമുഅ ദിനത്തിന്റെ അസറിന്റെ ശേഷമാണ് സൃഷ്ടിപ്പ് നടന്നതെന്ന്. ഒരു ജുമുഅ ദിനത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയമാണല്ലോ അസറും കഴിഞ്ഞ് രാത്രി വരെയുള്ള സമയം, അതിന്റെ ഇടയ്ക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നും ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞ മറ്റു ചില ഹദീസുകളിൽ മുസ്ലിമിൽ തന്നെ നമുക്ക് കാണാം, ആ ദിവസത്തിലല്ലാതെ അന്ത്യനാൾ സംഭവിക്കുന്നതുമല്ല, അന്ത്യനാൾ ലോകത്തിന്റെ നാശം സംഭവിക്കുന്നതും ഒരു
യൗമുൽ ജുമുഅയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നിരിക്കുക. ഇനി സഹോദരന്മാരെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന ആ മനുഷ്യന്റെ സൃഷ്ടിപ്പ് അത് വളരെ അത്ഭുതകരമാണ്. ആദ്യമായിട്ടുണ്ടായ മനുഷ്യന്റെ വലുപ്പം കേട്ടാൽ, ഒന്നാമത്തെ മനുഷ്യന്റെ ആകാരം എത്രയാണ്, ഉയരം എത്രയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിലും വന്നിട്ടുണ്ട്. ഖുലിഖ ആദം വതൂലുഹു 60 ദിറാഅ. സുബ്ഹാനല്ലാഹ്. ഖുലിഖ ആദം, ആദം സൃഷ്ടിക്കപ്പെട്ടു. വതൂലുഹു, അദ്ദേഹത്തിന്റെ നീളം 60 ദിറാഅ, 60 മുഴമുണ്ട്. 60 മുഴം. എത്ര പത് കണക്കാക്കുക? നമ്മളെ മീറ്ററിലേക്ക് തിരിച്ചു വെച്ചാൽ അളന്നു നോക്കിയാൽ ഒരു 30 ചില്ലാനം മീറ്റർ വരും. 30 മീറ്ററിലേറെ ഒരാൾ ഉയരം. ഉൾക്കൊണ്ടേ മതിയാകും. കാരണം വലിപ്പം കുറഞ്ഞവരും പലരും ഉണ്ട് ലോകത്ത്. അങ്ങനെ ആദ്യത്തെ സൃഷ്ടിപ്പിന്റെ മനുഷ്യന്റെ ഉയരം അത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. എന്നിട്ട് അത്ര 60 മുഴം വലിപ്പം സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ എന്ന ഈ സൃഷ്ടി പിന്നീട് അതിങ്ങനെ ഉയരം കുറഞ്ഞു വന്നതാണ്. ഫലം യസലിൽ ഖൽഖു യൻഖുസു ബഅദു ഹത്തൽ ആൻ. ആ സൃഷ്ടി അങ്ങനെ അതങ്ങനെ കുറഞ്ഞു വന്ന് ശേഷം അങ്ങനെ കുറഞ്ഞ് ഹത്തൽ ആന, ഇന്ന് വരേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. എന്റെ ഇടയ്ക്കുള്ള ഒരു അത്ര ഉണ്ടാവില്ല. ആദ് ഗോത്രത്തെയൊക്കെ തകർത്തെറിഞ്ഞപ്പോ ഖുർആൻ എന്താ പ്രയോഗിച്ചത്? കാറ്റത്ത് ആകെ ആ സമുദായത്തെ മുഴുവനാണ് തകർത്തെറിഞ്ഞപ്പോ അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞില്ലേ, അറേബ്യൻ മുശ്രിക്കുകളോട് പറഞ്ഞില്ലേ, നിങ്ങളെ കാണേക്കാ ഭീമാകാരന്മാരായിരുന്നു അവരെ എനിക്ക് വലിപ്പേറിയിട്ടില്ല എന്ന് മക്കക്കാരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹനെ നിഷേധിച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നിങ്ങളെക്കാളൊക്കെ അശദ്ദു മിൻഹും ഖുവ്വതൻ വആസാറൻ ഫിൽ അർളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ നിങ്ങളെ കാണൊക്കെ വലിയ പവറും ബലവും ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ആളുകളെ നമുക്ക് വലിപ്പേറിയിട്ടില്ല. അഭിനയാണോ നിങ്ങള്? ശരശരേന്നുള്ള കാറ്റ് തുടർച്ചയായിട്ട് അടിച്ചു വീശി തകർന്നടിഞ്ഞു കിടക്കുമ്പോ അവരെ കുറിച്ച് ഖുർആൻ എന്താ പ്രയോഗിച്ചത്? കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയാ. കടപുഴകി വീഴപ്പെട്ട ഈത്തപ്പനത്തടികളെ പോലെ അതാ വീണ് കിടക്കുന്നു. ആകാരം അതും അതിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തി. എന്നാൽ തന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ടാളസ്റ്റ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരെയും പത്രത്തിലൊക്കെ ഗിന്നസ് ബുക്കിലൊക്കെ പറയാറുണ്ട്. അവരൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ബേജാറാണ്. വലിയ ആൾക്കാർ, ഏറ്റവും ചെറിയ ആള്, ഏറ്റവും കുറിയ ആള്, ഏറ്റവും വലിയ ആള് എന്നൊക്കെ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, റബ്ബാണ്, അവൻ അങ്ങനെയാണെന്ന് കണക്കാക്കി. നമ്മൾ പരലോകം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ രൂപത്തിലാക്കിയിട്ടാണ് സ്വർഗത്ത് കിടത്തുകയാണ്. അവരെല്ലാരെയും ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിയിട്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹോദരന്മാരെ, ഇതിങ്ങനെ മാറ്റത്തിന് വിധേയമായി ഫകുല്ലു മൻ യദ്ഖുലുൽ ജന്നത അലാ സൂറത്തി ആദം വതൂലുഹു 60 ദിറാഅ. സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവർ എല്ലാവരും തന്നെ 60 മുഴം നീളമുള്ള ആദമിന്റെ രൂപത്തിലായി കൊണ്ട് തന്നെയാണ് പ്രവേശിപ്പിക്കപ്പെടുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. അങ്ങനെ ഓരോ നൂറ്റാണ്ട് ഇങ്ങനെ കഴിയും തോറും ഇങ്ങനെ കുറഞ്ഞു വന്നതാണ്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരി എന്ന അദ്ദേഹത്തിന്റെ വിവരണ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ കുല്ല ഖർനിൻ യകൂനു നശ്അതുഹു ഫി തൂലി അഖ്സർ മിനൽ ഖർനിൽ ലദീ ഖബ്ലഹു. മുമ്പുള്ള തലമുറയേക്കാൾ വലിപ്പം കുറഞ്ഞു അടുത്ത തലമുറ, അതിനേക്കാൾ വലിപ്പം കുറഞ്ഞു അടുത്ത തലമുറ, അതിനേക്കാൾ വലിപ്പം കുറഞ്ഞു അടുത്ത തലമുറ. അങ്ങനെ ഫൻതഹാ തനാഖുസു തൂലി ഇലാ ഹാദിഹിൽ ഉമ്മ വസ്തഖറൽ അംറു അലാ ദാലിക്. പിന്നീട് ഈ ഉമ്മത്തിലെത്തിയപ്പോൾ അതിന്റെ അനുസരിച്ചൊരു വലിപ്പത്തിൽ അവിടെ നിന്നു. അങ്ങനെ പിന്നെ തുടർന്നു പോയി എന്ന് അദ്ദേഹം അതിന് വിവരണം നൽകിയിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ച് തലപുണ്ണാക്കി വിഷമിക്കേണ്ടതില്ല. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, ഏത് വിഷയത്തിലും നമ്മൾ എന്തേ വേണ്ടു? ആമൻതു ബില്ലാഹ് വബിമാ ജാഅനില്ലാഹ് അലാ മുറാദില്ലാഹ് വആമൻതു ബിറസൂലില്ലാഹ് വബിമാ ജാഅൻ റസൂലില്ലാഹ്
അലാ മുറാദി റസൂലില്ലാഹ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലായിടത്തേക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയാണ്, നമ്മൾ ഏത് കാര്യത്തിലും ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് എന്താണ്? ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിമാ ജാഅനില്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് വന്നതിൽ മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അലാ മുറാദില്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത് പ്രകാരമാണോ അപ്രകാരം ഞാൻ എൻ്റെ വകയായിട്ടൊന്നും പറയുന്നില്ല. റബ്ബ് ഉദ്ദേശിക്കുന്ന പ്രകാരം ഞാൻ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വആമൻതു ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വബിമാ ജാഅൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് വന്നതിലും മുഴുവനും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അലാ മുറാദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അപ്രകാരം ഞാൻ ഇതാ വിശ്വസിക്കാൻ തയ്യാറാണ്. അതാണ് ഒരു മുഅ്മിനിന്റെ നയം. അവൻ അല്ലാഹു റസൂലും പറഞ്ഞാണ് വിശ്വസിക്കും. അതിൽ പിന്നെ അവന് സംശയവും ചാഞ്ചാട്ടമൊന്നുമില്ല. പ്രമാണങ്ങളിൽ ഒരു കാര്യം ഉണ്ടോന്നേ നോക്കണ്ടുള്ളൂ. ഉണ്ടെങ്കിൽ പിന്നെ അവൻ അതിന് ചാഞ്ചാട്ടമില്ല, ഇളക്കമില്ല, കുലുക്കമില്ല, ഉറച്ച ഈമാനാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. തീർച്ചയായും സത്യവിശ്വാസികൾ ആരുമാത്രമാണ്? അവരെ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞ വാചകം നോക്കൂ, സുമ്മ ലം യർതാബൂ, പിന്നീട് അവർ ശങ്കിക്കുന്നവരല്ല, സംശയാലുക്കളല്ല. അവർക്കിങ്ങനെ സംശയത്തിന്റെ നേലുള്ളവർ ജീവിക്കൂല. കൃത്യമായി എന്താണോ റബ്ബിൽ നിന്ന് വന്നത്, റസൂലുള്ളാഹിയിൽ നിന്ന് വന്നതെന്താണോ അതപ്പടി അങ്ങ് വിശ്വസിക്കുന്നു. അവന് ചാഞ്ചാട്ടമില്ല, കുലുക്കമില്ല, സംശയമില്ല, ചാഞ്ചല്യമില്ല. അങ്ങനെ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സമ്പത്തിനെയും ശരീരങ്ങളെയും കൊണ്ട് അവർ ത്യാഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധന്മാർ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. എല്ലാം ഞങ്ങളെ റബ്ബിങ്കിൽ നിന്ന് വന്നതാണ്. ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഞങ്ങൾ അതിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ളതാണല്ലോ. ഇതാണല്ലോ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അടിയുറച്ച മുഅ്മിനീങ്ങൾ പറയുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത് മാത്രമല്ല ഏത് കാര്യങ്ങളും അതെങ്ങനെയാണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് ഹദീസ് ബുഖാരിയോ മുസ്ലിമോ നോട്ടല്ല, തട്ട് തന്നെ, തട്ടുക, തോട്ടിലേക്ക് വലിച്ചെറിയ, എന്താ ഓരോരുത്തരുടെ പ്രയോഗം. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവന്റെ കൊച്ചു ബുദ്ധിക്കാൻ ഉൾക്കൊള്ളാതായ തട്ടിക്കളയണം എന്നാണ്. എന്ത് ബുഖാരി, എന്ത് ബുഖാരി എന്ന് വരെ ഹാ ഉച്ചരിക്കാൻ പോലും അറിയാതെ എന്ത് ബുഖാരി എന്നാ ചോദിക്കുക. അത്ര പോലും മനുഷ്യന് ഇൽമില്ലാതായി. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ പിഴച്ച കക്ഷികളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിലക്കുള്ള സൃഷ്ടിപ്പ് കഴിഞ്ഞു. പിന്നീട് അല്ലാഹു റബ്ബുൽ ആലമീൻ എന്താണ്? സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുക. സുജൂദ് ചെയ്യാൻ, ഈ സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പന. മലക്കുകളാണല്ലോ അവിടെയുള്ളത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അവിടെയുള്ളത് മലക്കുകളാണ്. മറ്റൊന്ന് അവൻ സൃഷ്ടിച്ചിട്ടുള്ള ജിന്ന് വർഗമാണ്. ആ ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു ഇബ്ലീസ്. പക്ഷെ അവൻ അവരുടെ കൂട്ടത്തിൽ റബ്ബിനോട് വളരെയേറെ ഇബാദത്തുകളിൽ വളരെ മുഴുകി, മലക്കുകളുടെ കൂടെ കഴിയാൻ മാത്രം അവനെ ആദരിച്ചുകൊണ്ട് മലക്കുകളുടെ ഗണത്തിലാണ് അവനെ ചേർത്തത്. അവൻ മലക്കുടെ കൂട്ടത്തിലല്ല, അവൻ മലക്കല്ല, അവൻ ജിന്നാണ്. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു ആരോട്? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നാം പറഞ്ഞ സന്ദർഭം മലക്കുകളോട് ഉസ്ജുദൂ ലി ആദം, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുവീൻ. ഫസജദൂ, അവരെല്ലാവരും തന്നെ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ.
അപ്പൊ ഇതിൽ നിന്ന് ചിലർക്ക് സംശയം തോന്നാം, മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവരെല്ലാം സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ എന്ന് പറയുമ്പോ ഇബ്ലീസും മലക്കല്ലേ? അല്ല, ഇബ്ലീസ് മലക്കല്ല. ഖുർആൻ വേറെ സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്, കാനമിനൽ ജിന്നി ഫസജദൂ ഇല്ലാ ഇബ്ലീസ് കാന മിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി. സൂറത്തുൽ കഹ്ഫിന്റെ 50-ാമത്തെ ആയത്ത്. എല്ലാവരും തന്നെ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല. കാന മിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. ഫഫസഖ അൻ അംരി റബ്ബിഹി, തന്റെ റബ്ബിന്റെ കൽപ്പനയിൽ നിന്ന് അവൻ തെറ്റിപ്പോയി, അവൻ അതിൽ നിന്ന് ദുർമാർഗത്തിലേക്ക് പോയി. വേറൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം, മലക്കുകൾ എന്തായാലും അള്ളാന്റെ കൽപ്പനക്ക് എതിരിയൂല. അതുകൊണ്ട് മലക്കല്ല. മലക്കാണെങ്കിൽ റബ്ബിന്റെ കൽപ്പനക്ക് എന്ത് ചെയ്യൂല? എതിര് ചെയ്യൂല. കാരണം മലക്കുകൾ ആരാ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് കൽപ്പിച്ച കാര്യത്തിന് അവർ ധിക്കരിക്കുകയില്ല, അനുസരണക്കേട് കാണിക്കുന്നവരല്ല. മറിച്ച് വയഫ്അലൂന, അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മാ യുഅ്മറൂന, അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അത് പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ആരല്ല? മലക്കുകൾ പെട്ടവനല്ല, അവൻ ജിന്ന് വർഗത്തിൽ പെട്ടവനാണ്. ഇനി നമുക്കിവിടെ സംശയം തോന്നാവുന്നത്, ഇവിടെ അല്ലാഹു തആല ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞല്ലോ, സുജൂദ് റബ്ബിനല്ലാതെ പാടില്ലല്ലോ. അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ അത് ശിർക്കല്ലേ? പിന്നെ എന്തേ ഇവിടെ മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാനല്ല കൽപ്പിച്ചത്? സംശയം സ്വാഭാവികമാണ്. പണ്ഡിതന്മാർ മറുപടി പറയുന്നു, സുജൂദ് എന്ന് പറയുന്നത് 2 രൂപത്തിലുണ്ട്. ഏത് രൂപത്തിലാണെങ്കിലും ഈ ഉമ്മത്തിൽ സുജൂദ് മറ്റൊരാൾക്ക് പാടില്ലാതെ വേറെ വിഷയം. എന്നാൽ മനസ്സിലാക്കണം, ഒന്ന് ഇബാദത്താകുന്ന സുജൂദുണ്ട്, മറ്റൊന്ന് കേവലം ഉപചാരം എന്ന നിലക്ക് മുൻകാല സമൂഹത്തിലെ ആളുകൾ അവരുടെ നേതാക്കളുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന ഔപചാരികമായ അവരുടേതായ അഭിവാദ്യത്തിന്റെ മോഡലായി കൊണ്ട് ചെയ്തിരുന്ന സുജൂദുമുണ്ട്. അങ്ങനെ 2 നിലക്ക് സുജൂദുണ്ട്. ഒന്ന് ഇബാദത്ത്, ആരാധന എന്നുള്ള നിലക്ക് സുജൂദ്. മറ്റൊന്ന് തഹിയ്യത്ത്, ഒരു അഭിവാദ്യം, ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരു അഭിവാദ്യം എന്ന നിലക്കുള്ള ഒരു ഔപചാരികത, ഒരു ഉപചാരം, ഒരാചാരം, ഒരു ഉപചാരം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആ നിലക്കുള്ള സുജൂദുണ്ട്. 2ഉം നമുക്ക് നിർവഹിക്കാൻ പാടില്ല ഒരു സൃഷ്ടിയുടെ മുമ്പിൽ എന്നതിൽ ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്തിൽ ഒരു നിയത്ത് പ്രകാരവും ഒരാളുടെ മുമ്പിലും എന്ത് ചെയ്യാൻ പാടില്ല? സുജൂദ് ചെയ്യാൻ പാടില്ല. ഇവിടെ തഹിയ്യത്തിന്റെ സുജൂദാണ്, ഉപചാരം എന്ന നിലക്കുള്ള ഒരു സുജൂദാണ്. ഇത് മുൻ സമുദായങ്ങളിൽ അനുവദിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. എന്നാൽ അത് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശരീഅത്തിൽ അവിടുന്ന് പഠിപ്പിച്ച നിയമത്തിൽ ഒരു നിലക്കും അത് ചെയ്യാൻ മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ പാടില്ലാത്തതാണ്. ആ തഹിയ്യത്ത് എന്ന നിലക്കുള്ള സുജൂദിനാണ് ഇവിടെ മലക്കുകളോട് അല്ലാഹ് ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറഞ്ഞത്. അത് ആരാധനയുടെ സുജൂദല്ല, ആദമിന് പൂജിച്ചതല്ല, ആദമിന്റെ മുമ്പിൽ ഇബാദത്ത് ആരാധന നിർവഹിക്കുന്ന നിലക്കുള്ള സുജൂദുമല്ല, മറിച്ചൊരു ഉപചാരം എന്ന നിലക്കുള്ള ഒരാദരവ് എന്ന നിലക്ക് ആ കാലഘട്ടത്തിൽ കൽപ്പിച്ചൊരു കൽപ്പനയാണ്. ഏതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തും അത് നിലനിന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നമുണ്ടല്ലോ. എന്താ സ്വപ്നം കണ്ടത്? ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ബാപ്പയോട് പൊന്നുമോൻ യൂസുഫ് നബി അലൈഹിസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ആ കുഞ്ഞുമോൻ കണ്ടൊരു സ്വപ്നം പറഞ്ഞു കൊടുത്തല്ലോ. ഉപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. 11 നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരെയും ഞാൻ കാണുന്നു. എന്റെ മുമ്പിൽ വന്ന് സുജൂദിൽ വീഴുന്നു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നിലക്കാണ് ഞാൻ കണ്ടത് സ്വപ്നത്തിൽ. അങ്ങനെ പിന്നെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സംഭവിച്ചല്ലോ.
അത് സംഭവിച്ചത് പിന്നെ എങ്ങനെയാണ്? ഒരുപാട് കാലശേഷം നമ്മൾ സൂറത്ത് യൂസുഫ് വിശദീകരിച്ചപ്പോൾ നന്നായി പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ഭാഗമൊക്കെ നമ്മൾ വീണ്ടും കേൾക്കണം. സൂറത്ത് യൂസുഫ് ഒക്കെ നമ്മൾ നന്നായി വിശദീകരിച്ചതാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ അവിടെ ആ സ്വപ്നത്തിന്റെ ഒരു യഥാർത്ഥമായ നിലക്ക് യാഥാർത്ഥ്യമായി പുലർന്ന ഒരു കാലം വന്നിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയായി ഭരണം കൈയാളിക്കൊണ്ടിരിക്കുമ്പോ ഈ സഹോദരന്മാരെ അവിടെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നതും പിന്നീട് യൂസുഫ് അലൈഹിസ്സലാം അവരെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇനി വരുമ്പോ വാപ്പയെയും ഉമ്മയെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞതും, അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ഒഴികെയുള്ള അഥവാ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളാണല്ലോ ഉണ്ടായിരുന്നത്. അതിൽ യൂസുഫ് അലൈഹിസ്സലാം ഒഴികെയുള്ള 11 സഹോദരന്മാരും ഉമ്മയും ബാപ്പയും കൂടി ഈജിപ്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നപ്പോൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ബാപ്പയാൻ ഇമ്മാനെയൊക്കെ ഉന്നതമായ അർശിൽ സിംഹാസനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പിടിച്ചിരുത്തി. അവരൊക്കെ വാപ്പിയും ഉമ്മയും ഈ 11 സഹോദരങ്ങളും ആരുടെ മുമ്പിൽ സുജൂദിലായി? യൂസുഫ് അലൈഹി ഇസ്ലാമിന്. അതൊക്കെ സുജൂദ് തഹിയ്യത്താണ്, ഉപചാരത്തിന്റെ സുജൂദാണ്. അത് അവരുടെ ശരീഅത്തിൽ അനുവദനീയമായിരുന്നു. അത് പലരുടെയും ആളുകളുടെ സമൂഹത്തിൽ ഒരു നിലനിന്നിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു സിറിയയിൽ പോയി മടങ്ങി വരികയാണ്. സിറിയയിലേക്ക് പറഞ്ഞേക്കപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു സിറിയയിൽ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തെത്തിയപ്പോൾ അദ്ദേഹം വേഗത്തിൽ സുജൂദ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. വേഗം റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ സുജൂദിലേക്ക് വീഴാൻ പോകും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ യാ മുആദ്, ഓ മുആദേ എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഈ ചെയ്യുന്നത്? ഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, അതൈതു ശാമ ഫവാഫഖതുഹും യസ്ജുദൂന ലിയസാഖിഫതിഹിം വബതാരിഖതിഹിം ഫവദിത്തു ഫീ നഫ്സി അൻ നഫ്അല ദാലിക ബിക. ഓ പ്രവാചകരെ, ഞാൻ സിറിയയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവരുടെ പാത്രിയാർക്കീസ്മാരുടെയും അതുപോലെ തന്നെ പോപ്പുമാരുടെയും ഒക്കെ മുമ്പിലതാ അവിടുത്തെ ആളുകൾ സുജൂദിൽ നമിക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചു. അവരെക്കാളെല്ലാം അതിന് യോഗ്യൻ അങ്ങുന്നാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കത് നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനാ ഞങ്ങൾ ആഗ്രഹിച്ചത്. അവരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവരുടെ നേതാക്കന്മാരുടെ, പോപ്പുമാരുടെ, പാതിരിമാരുടെ ഒക്കെ മുമ്പിൽ അവരിങ്ങനെ നമിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടും അവരല്ലല്ലോ അതിനർഹൻ. നമ്മളെ നേതാവായ റസൂലുള്ളാഹിയല്ലേ അങ്ങാണ് അതിനർഹൻ എന്നതുകൊണ്ട് അത് ഞങ്ങളൊക്കെ താങ്കളുടെ മുമ്പിൽ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിച്ചു പോയത്. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലൂ, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുതേ. ഫഇന്നീ ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹി ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. ഞാൻ ആരോടെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി, അല്ലാത്തവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത, ഒരു പെണ്ണിനോട് ഞാൻ കൽപ്പിക്കുക തന്നെ ചെയ്യുമായിരുന്നു, അൻ തസ്ജുദ ലിസൗജിഹാ, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ സുജൂദ് ചെയ്യണേന്ന് ഒരു പെണ്ണിനോടായിരുന്നു ഞാൻ കൽപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ അതുപോലും പാടില്ല. ഒരു സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു നിലക്കും ഉപചാരം എന്ന നിലക്ക് പോലും അതാരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ അത് ഹറാമാക്കി. അത് പാടില്ല. ഒരു നിലക്കുള്ള സുജൂദും പാടില്ല. ഇതാണ് ശരീഅത്തിന്റെ നിയമം. അത് വലിയന്റെ മുമ്പിലാണെങ്കിലും, വലിയ പാപ്പയാണ്, പെട്ടെന്ന് കാൽ കീഴിൽ അവിടെ സുജൂദിൽ വീണു. ഏത് നേതാവാണെങ്കിലും ആരാണെങ്കിലും, വലിയാണെങ്കിലും, ഇനി ഖബറിന്റെ മുമ്പിലാണെങ്കിലും ഖബറിന്റെ മേലാണെങ്കിലും എവിടെയാണെങ്കിലും അത് പാടില്ല. രാജാവിന്റെ മുമ്പിൽ ഒരു ഉപചാരം എന്ന നിലക്ക് പോലും ആണെങ്കിലും അത് പാടില്ലാത്ത സംഗതിയാണ്. അതേ അവസരത്തിൽ അന്നത് അള്ളാഹു അതാ അനുവദിച്ചു കൊടുത്തു. റബ്ബത് ഉപചാരം എന്ന നിലക്കുള്ള സുജൂദായിക്കൊണ്ട് റബ്ബിന്റെ കൽപ്പനയാണല്ലോ.
റബ്ബ് കൽപ്പിച്ചാൽ നിർവഹിക്കാമല്ലോ. ആ റബ്ബ് അത് കൽപ്പിച്ചോ. അതേ അനുസരണയുള്ള വിനയമുള്ള ഒരു നിലക്കും റബ്ബിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യത്തില്ലാത്ത ആ പ്രകൃതവുമില്ലാത്ത മലക്കുകളെ മുഴുവനും സുജൂദിലായി. ഇല്ലാ ഇബ്ലീസ്. ഇബ്ലീസ് സമ്മതിച്ചില്ല. അവൻ വിസമ്മതിച്ചു. വസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടവനായി തീർന്നു. അവൻ നിഷേധിയായി. അവൻ മലക്കുകളുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന ജിന്നവർഗത്തിൽപ്പെട്ടവനായിരുന്ന അവൻ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? അവൻ യുക്തിവാദം പറയുകയാണ്. റബ്ബിന്റെ കൽപ്പനക്ക് നേരെ അങ്ങ് അനുസരണം പാലിക്കേണ്ടതിന് പകരം അവന്റെ മനസ്സിലതാ യുക്തിവാദം മുളപൊട്ടുകയാണ്. അവന് അഹങ്കാരം പിടിപെടുകയാണ്. അവന് അസൂയ പിടിപെടുകയാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ട വർഗം, അവൻ സൃഷ്ടിക്കപ്പെട്ട വിഭാഗം ഏത് മൂലകത്തിൽ നിന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത് എന്നവൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുക. അല്ലാഹ്, ഞാൻ സുജൂദ് ചെയ്യൂല, കാരണം അന ഖൈറും മിൻഹു. ലോകത്ത് കണ്ടോ ഒന്നാമത്തെ അവന്റെ അഹങ്കാരം. അവൻ പറയാണ് ഞാനാണ് ഖൈറും മിൻഹു, ആദമിനേക്കാൾ ഉത്തമൻ. ഖലഖ്തനീ മിൻ നാർ, നീ എന്നെ തീയിൽ നിന്നല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. വ ഖലഖ്തഹു മിൻ തീൻ, നീ അവനെ സൃഷ്ടിച്ചതോ കളിമണ്ണിൽ നിന്നും. അതുകൊണ്ട് അസ്ജുദു ലിമൻ ഖലഖ്ത തീനാ. സൂറത്ത് ഇസ്രായിൽ അങ്ങനെയാണ് വന്നത്. അസ്ജുദു, ഞാൻ സുജൂദ് ചെയ്യുകയോ, ലിമൻ ഖലഖ്ത തീനാ, കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ച സൃഷ്ടിക്ക് ഞാൻ സുജൂദ് ചെയ്യുകയോ. ആരാവനോട് പറഞ്ഞത് കളിമണ്ണിനേക്കാണോ ഉത്തമ നാറ് തീന്ന്? ആ വിവരം എവിടുന്ന് കിട്ടി? അല്ലാഹ് പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ഇനി ഇവനേക്കാൾ അഹങ്കാരം നടിക്കേണ്ടിയിരുന്നവരാരായിരുന്നു? മലക്കുകളല്ലേ. കാരണം പ്രകാശമാണ് എന്തുകൊണ്ടും ഏറ്റവും മഹത്തരം. ആ മലക്കുകൾ ഒരിക്കലും ചോദ്യം ചെയ്തില്ല. അവര് മുഴുവനും നമിച്ചപ്പോഴും ഇവൻ ന്യായം പറഞ്ഞു, ഞാനാണ് മുന്തിയവൻ. അതേ അഹങ്കാരമാണ് അവന്റെ ഹൃദയത്തിൽ തിളച്ചു മറിഞ്ഞത്. അതുപോലെ തന്നെ അസൂയയാണ് അവന്. രണ്ട് ദുർഗുണങ്ങൾ ഒന്നിച്ചവനെ പിടികൂടിയിട്ടുണ്ട്. ഒന്ന് ഹസദാണ്. എന്തേ അവനെ അങ്ങനെ കൊടുക്കാൻ കാരണം? അത് പറ്റൂല, അതല്ലേ ഹസദ്. അസൂയ എന്താ? അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് അങ്ങനെ കൊടുക്കാം. എനിക്കും ഉണ്ടാകണം എന്നുള്ള ചിന്ത അസൂയല്ല, അവനക്ക് ഉണ്ടാകാൻ പാടില്ല, അത് പറ്റൂല. അതവനെ പിടികൂടി. അതോടൊപ്പം അഹങ്കാരം, പ്രൗഢ നെകളിപ്പവന് കൂടി. അവൻ അഹങ്കാരത്തിന്റെ വാക്ക് പറഞ്ഞു. റബ്ബിന്റെ കൽപ്പനക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് അവൻ താൻ പോരിമ പറഞ്ഞപ്പോൾ റബ്ബ് അവന് മറുപടി കൊടുക്കുന്നു. ഫഹ്ബിത് മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖുർജ് ഇന്നക മിനസ് സാഗിരീൻ. ഇറങ്ങിപ്പോ ഇവിടെ നിന്ന്. ഇവിടം വിട്ടു പോകണം, ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. നിനക്ക് അർഹതയില്ല. ഇവിടെ അഹങ്കരിക്കാൻ നിനക്ക് വകുപ്പില്ല. ഫഖുർജ്, പുറത്തുപോ. ഇന്നക മിനസ് സാഗിരീൻ, നീ നിസ്സാരന്മാരിൽ പെട്ടവനാണ്. അവൻ പറഞ്ഞതിന് നേരെ എതിരാണ് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ വലിയ ആളാന്നല്ലേ പറഞ്ഞു. നീ വളരെ നിന്ദ്യനാ, നീ വളരെ നിസ്സാരനാ, നീ വളരെ നിസ്സാരനാ. മാത്രമല്ല ആ സമയത്ത് അവൻ പറയാണ്, ആ സമയത്ത് അവൻ റബ്ബിനോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഖാല അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, ജനങ്ങളെയൊക്കെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാള് വരെ നീ എനിക്കൊരു അവധി തരണം, എനിക്ക് ജീവൻ തരണം, എന്നെ മരിപ്പിക്കരുത്, എനിക്ക് കാലതാമസം തരണം. ഏതുവരെ എനിക്ക് ആയുസ് തരണം? ആളുകൾ രണ്ടാമത് ജീവിപ്പിക്കുന്നത് എന്റെ ഉള്ളിലിരിപ്പ് എന്താ അറിയാം? രണ്ടാമത് ജീവിപ്പിച്ചതിന്റെ ശേഷം പിന്നെ മരണമല്ലല്ലോ. അപ്പൊ ഇനി കാലാകാലം മരണമല്ല. അല്ലാഹ് പറഞ്ഞു ഖാല ഇന്നക മിനൽ മുൻദരീൻ, നീ അങ്ങനെ അവധി നൽകപ്പെടുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. പക്ഷേ ഹിജ്ർ സൂറത്തിലെ 37-ാമത്തെ വചനത്തിൽ അല്ലാഹ് അതൊന്ന് വിശദീകരിച്ചു. ഫഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, തീർച്ചയായും നീ അവധി നൽകപ്പെടുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. പക്ഷേ നീ ചോദിച്ച അവധി വരെ ഒന്നും കിട്ടൂല. ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു സമയം വരെ അല്ലാഹ് കണക്കാക്കി അവൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. അതുവരെ നിനക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ദീർഘായുസ്സുണ്ട്. ഒന്നാമത്തെ കാഹളമൂത്തിനെ തുടർന്ന് സൃഷ്ടികളെല്ലാം നാശമടയുന്ന ദിവസം വരെ എന്നായതുകൊണ്ട് ഉദ്ദേശം ലോകത്ത് മുഴുവൻ നാശം വരെ എപ്പോഴാ എല്ലാവരും നശിക്കുക? ഒന്നാമത്തെ ആദ്യ കാഹളമൂത്ത്. രണ്ടാമത്തെ കാഹളമൂത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം സൃഷ്ടിപ്പാ നടക്കുന്നത്. പിന്നെ ആർക്കും മരണമൊന്നുമില്ല.
അതുകൊണ്ട് ഒന്നാമത്തെ കാഹളമോത്ത് നടന്ന് സർവസൃഷ്ടികളുടെയും മരണം നടക്കുന്ന അതുവരെ ഇബ്ലീസിന് ഇവിടെ ആയുസ്സുണ്ട്. അവൻ ചോദിച്ചതോ എന്തായിരുന്നു? രണ്ടാമത്തെ കാഹളമൂത്തിനെ തുടർന്നുണ്ടാകുന്ന പുനരുത്ഥാന നാള് വരെ എന്നെ ജീവിപ്പിക്കണം എന്നാ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് നടന്നില്ല. അവന്റെ മുഴുവൻ അപേക്ഷയും സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും മനുഷ്യനുള്ള കാലം വരെ അവനെ വഞ്ചിക്കാനും വഴിപ്പിക്കാനുമുള്ള അവസരം അവന് സാധിച്ചു കിട്ടി. അതവന് കിട്ടി. അള്ളാഹു കണ്ടുവെച്ച അതിമഹത്തായ ഒരു യുക്തി രഹസ്യമായിരിക്കും അത്. എന്താ അതിലുള്ള രഹസ്യം? ഇങ്ങനെ എന്തിനാ ഇബ്ലീസിനെ അള്ളാഹ് സൃഷ്ടിച്ചിങ്ങനെ വിട്ടത്? അതിന് അള്ളാഹ്ക്ക് ചില യുക്തികളുണ്ടാവും. എന്താ അത്? പല കാരണങ്ങളുണ്ടാകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിനും പുരോഗതിക്കും അതുപോലെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളതെങ്കിൽ മനുഷ്യന്റെ ജീവിതം കേവലം യാന്ത്രികമായിരിക്കും. മനുഷ്യനിവിടെ ജീവിക്കാൻ ഒരു തടസ്സമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ഇങ്ങനെ അവന് സുഖകരമാണ്. അവന്റെ പുരോഗതിക്കും അവന്റെ അനുകൂലമായ സാഹചര്യങ്ങൾ വിജയത്തിനും ഒക്കെ പറ്റിയ സാഹചര്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ ജീവിതം കേവലം എന്തായിരിക്കും? ഒരു യന്ത്രസമാനമായിരിക്കും. അതേ അവസരത്തിൽ കനത്ത പ്രതികൂല ശക്തി ഉണ്ടെങ്കിലോ അവൻ ചരിക്കുന്ന പാതയിലൂടെ ദുർഘടങ്ങൾ വലിച്ചിടുന്ന ഒരു പ്രതികൂലനായ ഒരു കനത്ത ശക്തി വേറെ ഉണ്ടെങ്കിലോ അതിനോട് മല്ലിട്ടുകൊണ്ട് മുന്നേറുകയും ചെയ്യുമ്പോൾ മനുഷ്യന് യഥാർത്ഥ പുരോഗതിയും വിജയവും അവന് കിട്ടുന്നു. അതൊരു പരീക്ഷണമാണ് മനുഷ്യന്. ആ പരീക്ഷയിൽ അവന് വിജയിക്കാനാകുന്നുണ്ടോ? സുഖമായിട്ട് ഇങ്ങനെയാണ് മുന്നോട്ട് പോകല്ല. നിസ്കരിക്കാൻ പള്ളിക്ക് പോകുമ്പോ ശൈത്താൻ തോന്നിപ്പിക്കും, പോണ്ടടാ. നല്ലൊരു സദസ്സിലേക്ക് പോകുമ്പോ പോണ്ടടാ, പലതും പറഞ്ഞു ഏൽപ്പിക്കും. അപ്പൊ അതിന്നൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് കുടഞ്ഞു പോരല്ല വിജയം. അതാ വിജയം. അല്ല എല്ലാ നിലക്കും ഇങ്ങനെ എല്ലാം നന്മ ചെയ്യാനുള്ള ഒരു അവസ്ഥയാണെങ്കിലും യാന്ത്രികമായിരിക്കും. അതിൽ പ്രത്യേകിച്ച് എന്തില്ല? ഒരു പരീക്ഷണോ ഒരു ത്യാഗമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പൊ അള്ളാഹ് ഇബ്ലീസിന് ആയുഷ്കാലം നീട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ ഇങ്ങനെ ഒരു ഹിക്മത്തായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നീട്ടിക്കിട്ടിയപ്പോ പിന്നെ അവൻ പറഞ്ഞു, എന്താ അവൻ എന്ന് പറഞ്ഞത്? ആയുസ് നീട്ടിക്കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു, قال فبما أغويتني لأقعدن لهم صراطك المستقيم ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇവൻ കാരണത്താലല്ലേ ഞാനിപ്പോ ഇങ്ങനെയായത്. അതുകൊണ്ട് ഞാനിനി അവനെ വിടൂല, അവന്റെ സന്താന പരമ്പരകളെയും ഞാൻ വിടൂല. എല്ലാരും ഞാൻ നശിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് അവര് നേരായ പാതയിലൂടെ ചലിക്കാൻ വിചാരിക്കുന്നിടത്തൊക്കെ ഞാൻ ഉണ്ടാവും. നേർവഴിയിൽ ഞാൻ കുത്തിയിരിപ്പ് നടത്തുക തന്നെ ചെയ്യും. എന്നിട്ട് അവന്റെ മുന്നിലൂടെ പിന്നിലൂടെ വലതുവശത്തിലൂടെ ഇടതുവശത്തിലൂടെയൊക്കെ ഞാൻ അവരെ സമീപിക്കും. നാനാമാർഗത്തിലൂടെ ഞാൻ അവരെ സമീപിക്കും. അത് ചിലപ്പോ പ്രലോഭിപ്പിച്ചായിരിക്കും, ചിലപ്പോ പ്രകോപിപ്പിച്ചായിരിക്കും, ചിലപ്പോ സുന്ദരമോഹന വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കും, വേറെ ചിലപ്പോൾ മറ്റെന്റെ രൂപത്തിലുള്ള ഏതെങ്കിലും മാർഗങ്ങൾ എന്തൊക്കെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ഇവനെ പഴപ്പിക്കാൻ, ആ മാർഗങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തും. അങ്ങനെ വലാ തജിദു അക്സറഹും ശാകിരീൻ, അവരിലെ ഭൂരിപക്ഷത്തെയും നിനക്ക് നന്ദിയില്ലാത്തവരായി നന്ദി ചെയ്യുന്നവരായി നീ കാണൂല. അങ്ങനെ എല്ലാ അധികം ആൾക്കാരും പഴപ്പിക്കാൻ ഞാൻ നോക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശൈത്താൻ നമ്മളെ എല്ലാ വിധേനയും നോക്കും, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ പഴപ്പിക്കാൻ. അല്ലാഹ് പറഞ്ഞു, ഖുർജ് മിൻഹാ മദ്ഊമൻ മദ്ഹൂറാ, പുറത്തുപോ, നിന്യനും നിസ്സാരനുമായി കൊണ്ട് പുറത്തുപോ. നിന്നെ പിൻപറ്റിയവരെയും നിന്നെയും അവരെയും കൊണ്ട് ഞാൻ നരകത്തിൽ നിറക്കുക തന്നെ ചെയ്യും. അവിടെ പിന്നെയും അല്ലാഹ് പറയാണ്, സൂറത്തുൽ ഇസ്രായിൽ കാണാം, ഇദ്ഹബ് ഫമൻ തബിഅക മിൻഹും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅൻ മഗ്ഫൂറാ വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരികുഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹുമുശ് ശൈത്താനു ഇല്ലാ ഗുറൂറാ. നീ പോ, നിന്നെ പിൻപറ്റിയവരും അതേ ജഹന്നമാണ് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പരിപൂർണമായ പ്രതിഫലം. ശൈത്താനോട് പറഞ്ഞു, വസ്തഫസിസ്, നീ ഇളക്കി വിട്ടോ, മനിസ്തതഅത മിൻഹും, നിനക്ക് കഴിയാവുന്നവരെയൊക്കെ നീ ഇളക്കി വിട്ടോ, ബിസൗതിക, നിന്റെ ശബ്ദം കൊണ്ട് നീ അവരെ പഴിപ്പിച്ചോ. ആക്കെ വിശദീകരണം, വല്ലാത്ത വിശദീകരണം നൽകപ്പെട്ട ആയത്താണ്. ശൈത്താന്റെ സൗത്താണ് മ്യൂസിക്. അതുകൊണ്ട് ഒരുപാട് പഴക്കും.
മ്യൂസിക് ഇങ്ങനെ കേൾപ്പിച്ചിട്ടും അത് അതിൻ്റെയൊക്കെ അടിപൊളി, അത് തകർപ്പനാക്കി തട്ടി തകർത്ത് ആകെ മനുഷ്യൻ, അത് അവൻ്റെ ഒരു സൗത്താണ്, ശൈത്താന്റെ സൗത്താണ്, പിശാച്ചിന്റെ കുഴലൂത്താണ് സംഗീതം. അങ്ങനെ അവന്റെ സൗത്ത് മുഖേന വാജിലിബ് അലൈഹിം, നീ അവരിലേക്ക് വലിച്ചു കൊണ്ടുവന്നു, ബിഖൈലിക, നിന്റെ കുതിരപ്പടയും, വറജിലിക, നിന്റെ കാലാൾപ്പടയും. അതേതൊക്കെ മാർഗത്തിലൂടെ നിനക്ക് അവരെ പഴിപ്പിക്കാമോ, വശരിക്കുഹും ഫിൽ അംവാലി വൽ ഔലാദി, അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ നീ പങ്കു ചേർക്കുകയും ചെയ്തോ, നീ പങ്കയിക്കോ, അതിലൂടെയൊക്കെ പഴിപ്പിച്ചോ. മുതലിന്റെ കാര്യത്തിൽ പഴിപ്പിക്കുക, മുതലിലൂടെ പഴിപ്പിക്കുക, സമ്പാദ്യം മോശാക്കുക, വരുന്ന വഴി മോശാക്കുക, ചെലവഴിക്കുന്ന വഴി മോശാക്കുക, അതിനുവേണ്ടി ദീന് മറക്കുക, അതിനുവേണ്ടി എല്ലാം മറക്കുക, അതിനുവേണ്ടി എല്ലാ രംഗത്തുനിന്നും വിട്ടു നിൽക്കുക, വെറും ദുന്യാവ്. അങ്ങനെ മാലിന് വേണ്ടി പഴിപ്പിക്കുക. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി പഴിച്ചു പോകുക, അവരുടേതായ കാര്യങ്ങൾ അവരെ ശ്രദ്ധിക്കായ്മ, അവരെ ഇസ്ലാമികമായി പരിപാലിക്കാതിരിക്കുക, അവർക്ക് വേണ്ട രൂപത്തിലുള്ള ധാർമ്മികമായ ഉത്ബോധനങ്ങൾ നൽകാതിരിക്കുക. ഇങ്ങനെ ഏതൊക്കെ വഴിയിലുണ്ടോ ഒക്കെ നടക്കും. വഴിതുഹും, നീ അവരോട് വാഗ്ദത്തവും ചെയ്തോളൂ. പക്ഷേ ശൈത്താൻ വഞ്ചനയല്ലാതെ വാഗ്ദത്തം ചെയ്യൂല. ഇത് സൂറത്തുൽ ഇസ്രായിലെ 64-ാമത്തെ ആയത്താണ്. നമ്മൾ പരിഭാഷകളിൽ നിന്ന് വ്യാഖ്യാനങ്ങളൊന്നും നിങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിനൊക്കെ വളരെ വ്യാഖ്യാനങ്ങൾ അവിടെ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ അവൻ പഴപ്പിക്കാൻ ഇബ്ലീസ് ഈ രൂപത്തിലുള്ള അവന്റെ പ്രവർത്തനങ്ങൾ മുഖേന തയ്യാറായിക്കൊണ്ടിരിക്കും എപ്പോഴും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം റബ്ബ് അവനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അടുത്ത ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 65-ാമത്തെ ആയത്ത്, ഇന്ന ഇബാദി, നിശ്ചയമായും എന്റെ അടിമകൾ, എന്റെ യഥാർത്ഥ ദാസന്മാര്, ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്ക് അവരുടെ മേൽ അധീശാധികാരമില്ല. വകഫാ ബിറബ്ബിക വകീലാ, നിന്റെ റബ്ബ് തന്നെ മതി എല്ലാം ഏൽപ്പിക്കാൻ. മുഅ്മിനീങ്ങൾക്ക് തവക്കുലിന് റബ്ബ് മതി.